കുത്താമ്പളി എന്ന് പറഞ്ഞ ഗ്രാമം തന്നെ ഫുൾ നെയ്ത്തുകാരുടെ കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ ഈ ജനറേഷൻ മാറി വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ നെയ്ത്തുകാരൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഡിസൈൻ കൊള്ളൂല, ഈ ഡിസൈൻ കൊള്ളൂല എന്ന് കസ്റ്റമർ പെട്ടെന്ന് പറയും. പക്ഷെ ആ ഡിസൈൻ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പണിയുണ്ട്. അത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നമ്മളെ പോലെ ഉള്ളവർക്ക് പറ്റും. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കുന്നത് നമ്മുടെ ഒരു ലെഗസി, കുത്താമ്പുള്ളിയിൽ നിന്ന് നമ്മൾ പഠിച്ചേക്കുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നല്ലേ. നമ്മൾ നെയ്ത്തുകാരായതുകൊണ്ട് തന്നെ ഓരോന്നും ഇപ്പം ഒരു ത്രെഡ് എടുക്കുമ്പോഴത്തേക്കും ഇതെങ്ങനെ വേണം, ഇല്ലെങ്കിൽ ഇതിൽ ആ ഡിസൈൻ കൊള്ളൂല, ഈ ഡിസൈൻ കൊള്ളൂല എന്ന് കസ്റ്റമർ പെട്ടെന്ന് പറയും. പക്ഷെ ആ ഡിസൈൻ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പണിയുണ്ട്. ഈ ത്രെഡ് ഇത്ര കൗൺസിൽ ഇത്ര റൺ ചെയ്താലേ ഈ ഡിസൈൻ ഉണ്ടാവുള്ളൂ. അങ്ങനെയെല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ച ആൾക്കാരാണ്. എന്താ പറയുക, ഇത് കൊള്ളൂല എന്ന് പറയുമ്പോഴത്തേക്ക് അത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നമ്മളെ പോലെ ഉള്ളവർക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ ആ ഡിസൈൻ ഉണ്ടാക്കാനും അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നെയ്ത്തുകാരെ ഒരുപാട് നല്ലോണം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. മീൻസ് മെന്റലി അവർ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചാലേ ആ ഡിസൈൻ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ആ ഡിസൈൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ത്രെഡ് കൗണ്ട്സ് കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഒരു പ്രൊഡക്റ്റ് പുറത്തിറങ്ങുന്നത്. നമുക്ക് വേണ്ടി ഇപ്പൊ എത്ര നെയ്ത്തുകാരിരുന്ന് നെയ്യുന്നുണ്ടാകും? നമുക്ക് ആക്ച്വലി കുത്താമ്പളി എന്ന് പറഞ്ഞ ഗ്രാമം തന്നെ ഫുൾ നെയ്ത്തുകാരുടെ കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ ഈ ജനറേഷൻ മാറി വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ നെയ്ത്തുകാരൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ ഒരു 4 to 6 ലൂം ഉണ്ട്. പിന്നെ നമ്മുടെ ലൂം തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ നെയ്തുകൊണ്ടിരുന്ന ലൂം തന്നെ നമ്മുടെ ഷോപ്പിൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഷോപ്പിലുണ്ട്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് സ്റ്റോർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കസവന്നിയിലും തൃപ്പൂണിത്തും നമ്മൾ സെറ്റ് ചെയ്തത്. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നെയ്ത്ത് കാണാം.